നിങ്ങൾ ഒരു മൈക്രോബയോളജിസ്റ്റ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ ഹൈ ഡിമാൻഡ് ആണ് ഉള്ളത്. 2026 ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം ഓസ്ട്രേലിയൻ PR പ്രോസസ് വളരെ ഈസിയായി ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഈ വീഡിയോ മെയിൻലി മൈക്രോബയോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് വേണ്ടിയാണ്. നിങ്ങൾ ഒരു സ്റ്റുഡന്റ് ആയാലും വർക്കിംഗ് പ്രൊഫഷണൽ ആയാലും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഐ എം സൻഷ. വെൽക്കം ടു ജെംസ് അബ്രോഡ്. Why choose Australia in 2026? ഓസ്ട്രേലിയയിൽ സയൻസ് പ്രൊഫഷണൽസിന്, പ്രത്യേകിച്ച് മൈക്രോബയോളജിസ്റ്റിന് ഹൈ ഡിമാൻഡാണ്. അട്രാക്റ്റീവ് സാലറി പാക്കേജസ്, സ്ട്രോങ് PR ബെനിഫിറ്റ്സ് ആൻഡ് ഫാമിലിയുമായി സെറ്റിൽ ചെയ്യാനുള്ള അവസരങ്ങൾ 2026 മൈഗ്രേഷൻ പ്രോഗ്രാമിൽ കൂടുതലായിട്ടുണ്ട്. ഹൂ ഈസ് മൈക്രോബയോളജിസ്റ്റ്? മൈഗ്രേഷൻ പ്രോസസ്സിൽ മൈക്രോബയോളജിസ്റ്റിന് വരുന്നത് ആൻസ്കോ കോഡ് 234517 അണ്ടറിലാണ്. നമ്മുടെ സ്കിൽ അസസ്മെന്റ് ചെയ്യുന്നത് വെറ്റാസിസ് അതോറിറ്റിയാണ്. യൂണിറ്റ് ഗ്രൂപ്പ് ലൈഫ് സയന്റിസ്റ്റിൽ പെടുന്നത് കൊണ്ട് ഇതിന് നല്ല പ്രയോറിറ്റിയാണ് കിട്ടുന്നത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഈ ഒക്യുപ്പേഷൻ സ്കിൽ ലെവൽ 1-ലാണ്. അതായത് മിനിമം ഒരു ബാച്ചിലർ ഡിഗ്രി ഒരു ഹയർ ക്വാളിഫിക്കേഷൻ വേണം റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ. മൈക്രോബയോളജിസ്റ്റ് ഡ്യൂട്ടീസ് മെയിൻലി കവർ ചെയ്യുന്നത് ബാക്ടീരിയ, വൈറസ് പോലെ മൈക്രോസ്കോപ്പ് ഓർഗാനിസം സ്റ്റഡിയാണ്. നിങ്ങൾ പഠിച്ച കോഴ്സിലെ സബ്ജക്ട് മൈക്രോബയോളജിസ്റ്റിന്റെ റോളിന് ഹൈലി റിലവൻ്റ് ആയിരിക്കണം. അത് അസസ്മെന്റ് അതോറിറ്റി വെരിഫൈ ചെയ്യും. റെലവൻറ്റ് സ്പെഷ്യലൈസേഷൻ ഉണ്ടെങ്കിൽ PR ചാൻസ് കൂടുതൽ സ്ട്രോങ് ആകും. വർക്ക് എക്സ്പീരിയൻസ് റിക്വയർമെന്റ്. ഡിഗ്രി കഴിഞ്ഞ് മിനിമം 1 ഇയർ റെലവൻറ്റ് എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആണ്. അത് ലാസ്റ്റ് 5 ഇയറിൽ തന്നെ ഉള്ളതായിരിക്കണം. സ്കിൽ അസസ്മെന്റ് പോസിറ്റീവ് ഔട്ട്കം കിട്ടണമെങ്കിൽ ഈ റിക്വയർമെന്റ് മീറ്റ് ചെയ്യണം. മോർ എക്സ്പീരിയൻസ് മീൻസ് മോർ പോയിന്റ്സ് ഫ്രം യുവർ PR ആപ്ലിക്കേഷൻ. 15 പോയിന്റ്സ് വരെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് ഓസ്ട്രേലിയൻ മൈഗ്രേഷനിൽ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. സ്കിൽ അസസ്മെന്റ്. ഫസ്റ്റ് സ്റ്റെപ്പ് വെറ്റാസിസ് സ്കിൽ അസസ്മെന്റ് ആണ്. ഇവിടെ മെയിൻലി നിങ്ങളുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് സർട്ടിഫിക്കറ്റ്സും എക്സ്പീരിയൻസ് റിലേറ്റഡ് ഡോക്യുമെന്റ്സും വെരിഫൈ ചെയ്യും. നിങ്ങളുടെ ഡ്രീം കൺട്രി ഓസ്ട്രേലിയ ആണെങ്കിൽ 2026 പ്രോസസ്സിംഗ് ഫാസ്റ്റ് ആക്കാൻ ഡോക്യുമെന്റ്സ് എല്ലാം ഇപ്പോഴേ പെർഫെക്റ്റ് ആക്കിക്കോളൂ. ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ്സ്. നമ്മുടെ ഇംഗ്ലീഷിന്റെ സ്കോർ മൈഗ്രേഷൻ പോയിന്റ്സ് കൂട്ടാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യും. PT-യിൽ 79+ സ്കോർ എടുത്താൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് അവേ 20 പോയിന്റ്സ് മൈഗ്രേഷൻ ആപ്ലിക്കേഷന് കിട്ടും. പ്രൊഫഷൻ ലെവൽ സ്കോർ എടുത്താൽ 10 പോയിന്റ്സ് മൈഗ്രേഷൻ കിട്ടും. സോ ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ് ക്ലിയർ ആയല്ലോ. അപ്പോൾ മാക്സിമം സ്കോർ അച്ചീവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ലാംഗ്വേജിന് നല്ലൊരു സ്കോർ എടുത്താൽ വളരെ മികച്ച ഒരു പോയിന്റോട് കൂടി നമുക്ക് PR ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓസ്ട്രേലിയ പോയിന്റ് സിസ്റ്റം 2026. ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ ഒരു പോയിന്റ് ബേസ്ഡ് സിസ്റ്റം ആണ്. ഓസ്ട്രേലിയയിൽ ഇൻവിറ്റേഷൻ കിട്ടാൻ മിനിമം 65 പോയിന്റ്സ് ആണ് വേണ്ടത്. ബട്ട് കോമ്പറ്റേറ്റീവ് ആവാൻ 85 to 95 പോയിന്റ്സ് റേഞ്ചിൽ ഒരു റീച്ച് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. എങ്കിലാണ് പെട്ടെന്ന് ഒരു ഇൻവിറ്റേഷൻ സ്റ്റേജിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് EOI. സ്കിൽ അസസ്മെന്റ് പോസിറ്റീവ് ഔട്ട്കമും ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റും ക്ലിയർ ആയാൽ സ്കിൽ സെലക്റ്റിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് EOI സബ്മിറ്റ് ചെയ്യണം. ഓസ്ട്രേലിയ ഗവൺമെന്റിനെ നമ്മുടെ ഇൻട്രസ്റ്റ് അറിയിക്കുന്ന ഒരു സ്റ്റെപ്പാണ് EOI. EOI സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രയോറിറ്റി പ്രോവിൻസസ് ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അപ്പം നമ്മുടെ പ്രൊഫൈലിന് ഏറ്റവും ഷോർട്ടേജ് ഉള്ള ഒരു പ്രോവിൻസ് ചൂസ് ചെയ്യുന്നത് ഇൻവിറ്റേഷൻ വേഗം കിട്ടാനായിട്ട് സഹായിക്കും. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റ് കെയർഫുൾ ആയിട്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ. ഇൻവിറ്റേഷൻ ടു അപ്ലൈ. നിങ്ങളുടെ പോയിന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഗവൺമെന്റ് ഇൻവിറ്റേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇൻവിറ്റേഷൻ കിട്ടിയാൽ 60 ഡേയ്സിനുള്ളിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. വിസ ഓപ്ഷൻസ് ഫോർ മൈക്രോബയോളജിസ്റ്റ്. മെയിൻലി PR പാത്വേ ആയിട്ട് 3 വിസ കാറ്റഗറി ആണുള്ളത്. സബ് ക്ലാസ് 189, സബ് ക്ലാസ് 190, സബ് ക്ലാസ് 491. 189 ഇൻഡിപെൻഡന്റ് PR ആണ്. 190യിൽ സ്റ്റേറ്റ് നോമിനേഷൻ കിട്ടിയാൽ എക്സ്ട്രാ 5 പോയിന്റ്സ് നമുക്ക് കിട്ടും. സബ് ക്ലാസ് 491 ഒരു റീജിയണൽ വിസയാണ്. ഇതിലൂടെ 15 പോയിന്റ്സ് ആണ് എക്സ്ട്രാ കിട്ടുന്നത്. അപ്പോൾ കുറഞ്ഞ പോയിന്റ്സ് ആണെങ്കിൽ പോലും നമ്മളുടെ പ്രൊഫൈൽ ഇൻവിറ്റേഷനിലേക്ക് എത്താൻ ഈ പോയിന്റ്സ് ഹെൽപ്പ് ചെയ്യും. ഡോക്യുമെന്റ് പ്രിപ്പറേഷൻ. ഡോക്യുമെന്റേഷൻ പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ഡോക്യുമെന്റ്സും കറക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം. 2026
പേ സ്ലിപ്സ് ആൻഡ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എക്സ്പീരിയൻസ് പ്രൂവ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിസ ആപ്ലിക്കേഷൻ പ്രോസസ്. ഇൻവിറ്റേഷൻ കിട്ടിയാൽ ഓൺലൈൻ വിസ ലോഞ്ച് ചെയ്യണം. മെഡിക്കൽ, പോലീസ് ക്ലിയറൻസ് ഈ ടൈമിലാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ കേസ് ഓഫീസർ നിങ്ങളുടെ വിസ ഗ്രാൻഡ് ചെയ്യും. പ്രോസസ്സിംഗ് ടൈം ലൈൻ. ടോട്ടൽ പ്രോസസ്സിന് ഏകദേശം 1.5 വർഷം മുതൽ 2 വർഷം വരെ സമയമെടുക്കാം. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈല് ഉയർന്ന സ്കോർ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറഞ്ഞ കാലയളവിൽ PR പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കോമൺ മിസ്റ്റേക്സ് ടു അവോയ്ഡ്. പലപ്പോഴും വിസ റിജക്റ്റ് ആവുന്നത് ചെറിയ തെറ്റുകൾ കാരണമാണ്. തെറ്റായ അൺസ്കോർ കോഡ് തിരഞ്ഞെടുക്കുകയോ ഡോക്യുമെന്റേഷൻ വീക്ക് ആകുകയോ ചെയ്യരുത്. എക്സ്പേർട്ട് അഡ്വൈസ് മൈഗ്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വളരെ നല്ലതാണ്. ഒരു മൈന്യൂട്ട് മിസ്റ്റേക്ക് പോലും വിസ റിജക്ഷന് കാരണമായേക്കാം. ജോബ് ആൻഡ് സെറ്റിൽമെന്റ് സപ്പോർട്ട്. ഓസ്ട്രേലിയ റീച്ച് ചെയ്ത ജോബ് കണ്ടെത്താനും റെസ്യൂം പ്രിപ്പറേഷൻ, ലിങ്ക്ഡിൻ ഒപ്റ്റിമൈസേഷൻ ഇതിനെല്ലാം ജെംസ് അബ്രോഡ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. വൈ ചൂസ് ജെംസ് അബ്രോഡ്? ജെംസ് അബ്രോഡ് നിങ്ങളുടെ PR ജേണിയുടെ എൻറ്റയർ പ്രോസസ്സ് കംപ്ലീറ്റ് ആകും വരെ സപ്പോർട്ട് ചെയ്യുന്നു. കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള ട്രസ്റ്റഡ് കൺസൾട്ടൻ്റ് ആണ് ജെംസ് അബ്രോഡ്. നിങ്ങളുടെ പ്രൊഫൈൽ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാൻ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒട്ടും ഡിലേ ആക്കാതെ സ്റ്റാർട്ട് യുവർ PR പ്രോസസ് ടുഡേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. Subscribe for more Australian PR updates. Thank you for watching. See you in next video.